കൂട്ടുകാരെ, അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാത്രിയായി കേട്ടോ. അപ്പോൾ ശ്രീസന്ധ്യ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയമായപ്പോഴത്തേന് കുഞ്ഞാപ്പിയുടെ കരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തവാ കാര്യം എന്ന് ഞാനും അമ്മയും മാറിയും തിരിഞ്ഞും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് നമ്മൾ കൊടുക്കാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കരയുന്നത് തന്നെ. അപ്പോൾ അല്ലെങ്കിൽ കുഞ്ഞാപ്പി പറയും എനിക്ക് വിശക്കുന്നു ഇന്ന സാധനം എന്ന് പറയും. അപ്പോൾ ഈ ഒരു സാധനം നമ്മളങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ വീട്ടിൽ അങ്ങനെ വല്ലൊരാണ്ടിലും മാത്രം കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാഗിയാണ്. അപ്പോൾ കുഞ്ഞാപ്പിക്ക് മാഗി അങ്ങനെ കൊടുക്കാറില്ല. മാഗി ഭയങ്കര ദോഷമായിട്ടുള്ള ഒരു ഫുഡാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് ഇവിടെ സത്യം പറഞ്ഞാൽ നമ്മളങ്ങനെ മാഗി കൊടുക്കാറില്ല. നേരത്തെ കുഞ്ഞാപ്പി കഴിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ദോഷങ്ങൾ അറിഞ്ഞത് പിന്നെ ഞാൻ മാഗി അങ്ങനെ കൊടുക്കാറില്ല. അങ്ങനെ അതുകൊണ്ടിട്ടാണ് കുഞ്ഞാപ്പി കിടന്ന് കരഞ്ഞത്. അപ്പം ഞാൻ കരുതി കഷ്ടമല്ലേ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാം എന്ന് കരുതി. അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് മാഗിയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പിക്ക് അങ്ങനെ അതിൻ്റെ അകത്ത് ക്യാരറ്റും അതുകൂട്ട് തന്നെ ഉള്ളിയും തക്കാളിയും ഒന്നും ഇടണം എന്നൊന്നുമില്ല. സാധാ നോർമലായിട്ട് തന്നെ കുഞ്ഞാപ്പിക്ക് ഉണ്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അത് കഴിക്കാനുള്ള ആ ഒരു വെപ്രാന്തിക്കാണ് അങ്ങനെ ആ ഒരു ഫോണും പിടിച്ചിട്ട് അവിടെ നിൽക്കുന്നത് തന്നെ. അപ്പം എന്ത് സുഖകരമായിട്ടാണ് കഴിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെയൊക്കെയുള്ള ആഹാരം കൊടുക്കാമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ കുറച്ച് ചോറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലേതാണ്. പക്ഷേ ഇതാവുമ്പോൾ വാരി വാരി വലിച്ച് കഴിക്കുമെന്ന് പറയത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞാപ്പി അതെല്ലാം വാരി കഴിക്കുന്നുണ്ട്. ഒരെണ്ണം പോലും താഴെ കളയാതെ അത് ഫുള്ള് കഴിക്കുന്നുണ്ട്. അപ്പം മക്കളുമാർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം പൊതുവേ നമ്മൾക്ക് കഞ്ഞിയും ചോറും ഒക്കെ കൊടുക്കുന്നതിനെക്കാട്ടി ഇഷ്ടം ഇത് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഫുള്ള് കഴിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പി. അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.